നമ്മുടെ സർവകലകളുടെയും സർവചരാചരങ്ങളുടെയും പ്രഭുവായി അല്ലെങ്കിൽ നാഥനായി നമ്മൾ കാണുന്നത് എന്താണ്? പരമശിവനെയാണ് അല്ലേ? അപ്പോൾ പരമശിവന്റെ ഒരു നടരാജ വിഗ്രഹം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ പോസ്റ്ററിനെ ബേസുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കേൾക്കണം. എന്താണ് ഈ കലയുടെ പ്രഭുവായ ആ നടരാജ വിഗ്രഹത്തെ നമ്മൾ എടുത്തിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാം. സർവകലകളുടെയും അധിപനായി നാം നടരാജനെ കാണുന്നു. 4 ഹസ്തങ്ങളിലായി സൃഷ്ടി, സ്ഥിതി, സംരക്ഷണ, സംഹാര തലങ്ങളും. ചവിട്ടി നിൽക്കുന്ന പാദം തിന്മയെ അടിയറവ് പറയിക്കലും ഉയർത്തിയ പാദം മോക്ഷവുമാകുന്നു. ഈ ബിംബം നിൽക്കുന്നത് ശക്തി പീഠ അടിസ്ഥാനമായ കാലചക്രത്തിനുള്ളിലും. നടരാജ വിഗ്രഹത്തിൻ്റെ പുറകിൽ, അതായത് പരമശിവന്റെ പുറകു വശത്തായിട്ട് 2 ഹസ്തങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഡമരു അല്ലേ, ആ ഡമരുവും ഇപ്പുറത്ത് അഗ്നിയും കൊടുത്തിരിക്കുന്നു. ഒന്ന് കാണിച്ചേ മീനാക്ഷി മോള്. ഡമരു, അപ്പുറം അഗ്നി. അപ്പോൾ ഇതെന്താണ് മോളെ? ഇത് സൃഷ്ടി, ഡമരു. ഇത് സംഹാരം. യെസ്. അപ്പോൾ എന്താണ്? കൈതാട്ടിക്കോ. ഡമരു ശബ്ദം അല്ലേ, തുടക്കം, ചലനം എന്ന് പറയാം. അത് സൃഷ്ടിയെയാണ് കാട്ടുന്നത്. അന്ത്യമായി, അവസാനമായി, സംഹാരമായി കാട്ടുന്ന ലെഫ്റ്റ് സൈഡില് അഗ്നിയെയാണ് കാട്ടുന്നത്. അപ്പോൾ സൃഷ്ടിയും സംഹാരവും. നടരാജ വിഗ്രഹത്തില് പരമശിവന്റെ ഏറ്റവും എപ്പോഴും കാട്ടുന്ന, നിങ്ങൾ എല്ലാവരും പരമശിവനെ എപ്പോഴും ഈ രീതിയിലാണ് കാണുന്നത് അല്ലേ? ഒരു ഡോളാഹസ്തം, അതായത് കൈ ഇങ്ങനെ നീട്ടിയിടുന്നത് ഡോളാഹസ്തമാണ്. പിന്നെ ഒരു പതാകഹസ്തം, ജസ്റ്റ് കൈ വെള്ളം ഇങ്ങനെ മുന്നോട്ടായിട്ട് കാട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് മോളെ, ഈ ഡോള എന്താണ്? സ്ഥിതി. സ്ഥിതി. ഇതെന്താണ്? മോക്ഷം. മോക്ഷം അഥവാ അനുഗ്രഹം. അതായത് സൃഷ്ടി ഡമരു, സ്ഥിതി എന്താണ്? ഈ കൈ ഡോളാഹസ്തം, സ്ഥിതി നമ്മുടെ ജീവിതത്തിലെ സ്ഥിതിയെയാണ് കാട്ടുന്നത്. പിന്നെ സംഹാരം എന്നത് അഗ്നിയിൽ കാട്ടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം നടത്തിക്കൊണ്ട് അനുഗ്രഹം അഥവാ മോക്ഷം ദേവൻ അല്ലെങ്കിൽ പരമശിവനിൽ നിന്നും ലഭിക്കുന്ന ഒരു മാതൃകയാണ് ആ കാട്ടുന്നത്. നാട്യശാസ്ത്ര പ്രകാരം നടരാജ വിഗ്രഹത്തെ ആസ്പദമാക്കി അരക്കെട്ടിന്റെ അളവിലാണ് കാല് വശത്തേക്ക് ചരിക്കേണ്ടത്. എന്നാൽ ദൃശ്യഭംഗിക്കായി കാലൽപ്പം കൂടി ഉയർത്തിക്കൊടുക്കുന്നത് അല്പം കൂടി സുന്ദരമായി തോന്നുന്നു. നടരാജൻ മുയലകൻ എന്ന രാക്ഷസന് നെഞ്ചിനു മുകളിൽ നിന്നാണ് ഈ നില തുടരുന്നത്. അപസ്മാര പുരുഷൻ എന്നറിയപ്പെടുന്ന ഈ മുയലകൻ മനുഷ്യ ഹൃദയങ്ങളുടെ നെഗറ്റീവായ തലങ്ങളെയാണ് കാട്ടുന്നത്. അത്തരം തലങ്ങൾ ചവിട്ടിത്താഴ്ത്തി നന്മയിലൂടെ മോക്ഷം നൽകുന്നതാണ് ഈ ഉയർത്തിയ കാൽ നമുക്ക് പ്രതീകമാക്കി തരുന്നത്. രൂപത്തിനും നിർവചനത്തിനും അതീതമാണ് അതിലെ സത്ത. അപ്പോൾ ഇതെന്താണ് മക്കളെ, ഈ ഒരു കാല് ഡൗൺ ചെയ്ത് ഈ കാല് ഉയർത്തുന്നതിന്റെ അർത്ഥം? അധർമ്മത്തെ ചവിട്ടി താഴ്ത്തി നന്മയെ ഉയർത്തുന്ന, ധർമ്മത്തെ ഉയർത്തുന്ന ഒരു പ്രതിരൂപമായിട്ട് കാട്ടുന്നു. രാക്ഷസൻ ശരിക്കും പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവായ തലങ്ങളെ ചവിട്ടി താഴ്ത്തി നന്മ അല്ലെങ്കിൽ ധർമ്മത്തെ ഉയർത്തിക്കൊണ്ട് എന്ന ഒരു തലമാണ് ആ പാദങ്ങളിലൂടെ, ആ പൊസിഷനിൽ കാണിക്കുന്നത്. നടരാജ വിഗ്രഹത്തിലൂടെ നമ്മൾ എന്താണ് പഠിക്കുന്നത് മോള് പറഞ്ഞേ? സൃഷ്ടി, സ്ഥിതി, സംഹാരം, അനുഗ്രഹം, മോക്ഷം. അതിലൂടെ മോക്ഷം അല്ലെ? അപ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം, അനുഗ്രഹം. ആ അനുഗ്രഹത്തിന്റെ അവസാനം എന്താണ്? മോക്ഷം. എന്തിലൂടെ? നെഗറ്റീവായ ഒരു തലത്തെ മാറ്റി അവിടെ പോസിറ്റീവായ അല്ലെങ്കിൽ നന്മയെ ഉയർത്തി നമുക്ക് നൽകുന്നു. എന്തില്? കാലചക്രത്തിനുള്ളിൽ. കാലചക്രമാണ് അതിൻ്റെ ചുറ്റുമായി കാണുന്ന ഒരു പ്രകാശ വലയം പോലെ കൊടുത്തിരിക്കുന്നത് കാലചക്രമാകുന്നു. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു പീഠമുണ്ട്. അതിൽ നാം ശക്തിയെയാണ് അതായത് വിശ്വസിക്കുന്നത്. ശക്തി പീഠമായിട്ടാണ് ആ നിൽക്കുന്ന പീഠം. അതായത് ആ കാലചക്രത്തിന് മൂലാധാരമായി ശക്തിയെയും കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറേയേറെ മനസ്സിലായില്ലേ എന്താണ് നടരാജ വിഗ്രഹത്തിൻ്റെ അർത്ഥമെന്ന്? കൂട്ടുകാരെ, കാലാകാലങ്ങൾക്ക് മുന്നേ രചിക്കപ്പെട്ട, രൂപവൽക്കരിക്കപ്പെട്ട ഓരോ ചിഹ്നങ്ങളിലും ചിത്രങ്ങളിലും രൂപങ്ങളിലും ഘടനകളിലും ഒക്കെ അതാത് രീതിയിൽ വളരെ ശ്രേഷ്ഠമായ അർത്ഥമുണ്ട്. അത് പരസ്പരം വാദിച്ചും ജയിച്ചും അതിന് മീൻസ് എന്താ പറയുക, കുറ്റങ്ങൾ പറഞ്ഞും തർക്കിച്ചും കാണാതെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി അത് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ അതിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അല്ലേ, അറിവുകളുണ്ട്. പക്ഷെ അതാത് രീതിയിൽ തന്നെ മനസ്സിലാക്കണം അല്ലേ.
ശരി. അപ്പോൾ ഇനി നല്ലൊരു അറിവുമായിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഉടൻ തന്നെ കാണാം. ടാറ്റാ പറഞ്ഞോ.